ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷകർ. ഏപ്രിൽ ആദ്യവാരം അവസാനത്തോടെയോ രണ്ടാം വാരം ആദ്യത്തോടെയോ ആണ് ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളത്. ബംഗാൾ ഉൾക്കടലിൽ സിസ്റ്റം സജീവമാകുന്നതിനുള്ള സൂചനകൾ കണ്ടുവരുന്നതായി കാലാവസ്ഥാ നിരീക്ഷകർ അറിയിച്ചു. എന്നാൽ സിസ്റ്റത്തിന്റെ സഞ്ചാരപാത, തീവ്രത എന്നിവയെക്കുറിച്ച് വരും ദിവസങ്ങളിലെ കൂടുതൽ വ്യക്തത വരൂ. അതുകൊണ്ടുതന്നെ ഇത് കേരളത്തെ ഏതുരീതിയിൽ സ്വാധീനിക്കുമെന്നതും വരും ദിവസങ്ങളിലേ പറയാനാകൂ. ഇന്ത്യയുടെ ഭാഗത്തേക്ക് നീങ്ങുമെന്നാണ് ചില കാലാവസ്ഥാ മോഡലുകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിന്റെ അടുത്ത ഭാഗത്തേക്കെങ്കിലും നീങ്ങുകയാണെങ്കിൽ സംസ്ഥാനത്ത് മഴയ്ക്കുള്ള സാഹചര്യം രൂപപ്പെട്ടേക്കും. സംസ്ഥാനത്ത് ഇന്നും എല്ലാ ജില്ലയിലും ഇടിമിന്നൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു. എല്ലാ ജില്ലയിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടത്തരം മഴയ്ക്കുവരെ സാധ്യതയുണ്ട്. കിഴക്കൻ മേഖലയിലും ഇടനാട് പ്രദേശത്തുമാണ് കൂടുതൽ സാധ്യത. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 വരെ കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. അതേസമയം സംസ്ഥാനത്ത് വീണ്ടും അടുത്ത 5 ദിവസവും എല്ലാ ജില്ലയിലും മഴസാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം ഗ്രീൻ അലർട്ട് പ്രഖ്യാപിച്ചു. കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.